മന്ത്രി ജോർജ് കുര്യന്റെ വിവാദ പരാമർശത്തിൽ പരിഹാസവുമായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. കേന്ദ്രമന്ത്രിക്ക് കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകരോട് വിരോധമുണ്ട് എന്ന് സംശയിക്കുന്നതെന്നാണ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണ്. ബി.ജെ.പിക്കാർ സമരം നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റായി പോയി. സമരം നടത്തേണ്ടിയിരുന്നത് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനെതിരെയാണ്. ആരോഗ്യ മേഖലയിൽ കേരളത്തിന് കേന്ദ്രം നൽകാനുള്ളത് 687 കോടിയാണ് എന്നും റിയാസ് വ്യക്തമാക്കുകയാണ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ ന്യായീകരിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന വിവാദമായി കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ ദരിദ്രമാക്കണമെന്നാണ് കേന്ദ്രമന്ത്രിമാർ ആഗ്രഹിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിരിക്കുകയാണ്. ജോർജ് കുര്യൻ കേരളത്തോട് മാപ്പ് പറയണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആവശ്യം. ഒരു കേന്ദ്രമന്ത്രി പറയാൻ പാടുള്ള കാര്യമാണോ ജോർജ് കുര്യൻ പറഞ്ഞത് എന്ന് മന്ത്രി കെ രാജനൻ ചോദിക്കുകയാണ്. കേരളം പിന്നാക്കമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ സഹായം നൽകാമെന്നായിരുന്നു വിഷയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM ആഞ്ഞടിക്കുകയാണ്. കേരള വിരുദ്ധ നിലപാടാണ് BJP സ്വീകരിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിക്കുകയാണ്. ദരിദ്ര കേരളമായി മാറണമെന്നാണ് BJPയുടെ ലക്ഷ്യം. BJP നേതാക്കൾക്കും കേരള വിരുദ്ധ നിലപാടാണ്. കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യന്റെ പ്രസ്താവന ഇത് വ്യക്തമാക്കുകയാണ് എന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെടുന്നുമുണ്ട്. കേന്ദ്രത്തിന് മുന്നിൽ പിച്ചച്ചട്ടിയുമായി നിൽക്കാൻ സാധിക്കുകയില്ല. കേരളത്തെ നിരോധിച്ച ബജറ്റാണ് ഇത് എന്നും മന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തോട് കാണിച്ച ക്രൂരത കേരളം മറക്കില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നുണ്ട്. ബജറ്റിൽ വയനാടിനെ ഒന്ന് പരാമർശിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. കേരളം ദുർബലമെന്ന് പ്രഖ്യാപിച്ചാൽ കേരളത്തെ സഹായിക്കാം എന്ന് ഒരു കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. അതൊരു കേന്ദ്രമന്ത്രി പറയാൻ പാടുള്ള കാര്യമാണോ എന്നും മന്ത്രി ചോദിക്കുന്നുണ്ട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ ന്യായീകരിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവന അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്നാണ് A.A. റഹീം എം പി പറഞ്ഞത്. കേരളത്തിൽ ജോർജ് കുര്യനെതിരെ DYFI വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും റഹീം പറയുന്നുണ്ട്. ജോർജ് കുര്യൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് A.A. റഹീം ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തെ അപമാനിച്ച് ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. സുരേഷ് ഗോപിക്കും BJP സംസ്ഥാന നേതൃത്വത്തിനും ജോർജ് കുര്യന്റെ അഭിപ്രായമാണോ എന്ന് വ്യക്തമാക്കണമെന്നും VD സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്.